പരിസ്ഥിതി പ്രവർത്തകൻ സ്റ്റാൻലി അഗസ്റ്റിൻ അദ്ദേഹവും എന്നോടൊപ്പം ചേരുന്നു. സ്റ്റാൻലി അഗസ്റ്റിൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? വീണ്ടും ഈ മേഖലയിൽ താമസിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു ആവാസ വ്യവസ്ഥയാണ്. പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. അവിടെ ഒരു കാരണവശാലും മനുഷ്യവാസം പാടില്ല, സാധ്യമല്ല. പക്ഷേ എങ്കിലും നമുക്കറിയാം ദുരന്തങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പുത്തുമലയിൽ 5 വർഷം മുമ്പാണ് ഇങ്ങനെ ഉരുൾപൊട്ടിയത്. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടില്ല. ഇപ്പോഴിതാ മുണ്ടക്കയിൽ പൊട്ടിയിരിക്കുന്നു. ഇനിയും സംഭവിച്ചേക്കാം അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് ഈ ദുരന്തത്തെ വിലയിരുത്തുന്നത്? ദുരന്തങ്ങളെ നമുക്ക് രണ്ട് തരത്തിൽ പറയാൻ പറ്റും. ഒന്ന് മാൻമെയ്ഡ് ദുരന്തങ്ങൾ, അല്ലാതെ നാച്ചുറലായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങൾ. ഇതിനെ നമുക്ക് മാൻമെയ്ഡ് ദുരന്തം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം വയനാട് എന്ന് പറയുന്നത് വളരെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന ഗവൺമെൻറ്റിനും വളരെ കൃത്യമായിട്ട് എങ്ങനെ ലാൻഡ് ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ ഇവിടെ കൃഷി ചെയ്യണം, എങ്ങനെ വീട് വെക്കണം, എങ്ങനെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം, എങ്ങനെ റോഡ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിയതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇവിടെ ഇതിനു വേണ്ടിയിട്ട് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട, അതിന് പഠനങ്ങൾ നടത്തി അല്ലെങ്കിൽ ജോലി വാങ്ങിച്ച് ഓരോരോ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകൾക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇത്തരം ഈ ദുരന്തത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത്, ഈ മാൻമെയ്ഡ് ദുരന്തത്തിന് ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഇവിടെ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റവും മാസാമാസം ശമ്പളം വാങ്ങിക്കുന്ന അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പെൻഷൻ വാങ്ങിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. ഇതിനകത്ത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് മാറി മാറി വന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരത് കൃത്യമായിട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം ജനങ്ങൾക്ക് അറിയില്ല, അതിൻ്റെ ഭയാനകതയെക്കുറിച്ച് അറിയില്ല. അവർ സാധാരണക്കാരാണ്, അവർ കൃഷി ചെയ്യുന്നു, അവർക്ക് പരിസ്ഥിതി ദുർബല പ്രദേശം എന്താണെന്ന് അറിയത്തില്ല, വലിയ വലിയ ആഘാതങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ അവരെ കൃത്യമായിട്ട് നിയമപരമായ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉത്തരവാദികൾ അങ്ങനെയാണ്. അപ്പോൾ ഇതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം, ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചിരുന്ന, ഇതിന് ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകൾ ഇരുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് അവരതിന് മറുപടി പറയണം. ഇതിന് ആദ്യം ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടത് അവരാണ്, അവരിൽ നിന്നാണ് അത് വാങ്ങിക്കേണ്ടത്. അല്ലാത്തടത്തോളം കാലം ഇത് ഇനി തുടർന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമുക്കറിയാം കർണാടകയിലെ സഹ്യാദ്രി ഉൾപ്പെടുന്ന 10 ജില്ലകളിൽ അനധികൃത എൻക്രോച്ച്മെൻറ്റുകൾ, അനധികൃത നിർമ്മാണങ്ങൾ എല്ലാം ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെ അനധികൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കർണാടക സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവർ തിങ്കളാഴ്ച മുതൽ അതിൻ്റെ ഓപ്പറേഷൻ നടത്തുകയാണ്. അതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഹെഡ് ഓഫ് ദി ഫോറസ്റ്റിനെയാണ്. നമ്മൾ വനം വന്യജീവി പ്രശ്നം കൊണ്ട് ഇവിടെ പൂർത്തി മുട്ടി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ ഇവിടെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ മേഖലയിൽ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം താങ്കളെപ്പോലുള്ളവർ പരിസ്ഥിതി പ്രവർത്തകർ പരാതികൾ നൽകിയിട്ടുണ്ട്. ഈ പരാതികളിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? നടപടി എടുത്തിട്ടില്ല. കാരണം നമ്മൾ കൊടുക്കാത്ത പരാതികളില്ല. ഇതെല്ലാം ഇതിന് ഒരു കെട്ട് പരാതികളുണ്ട്. പരാതികൾ മീൻസ് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിച്ച് അതാത് ഉദ്യോഗസ്ഥന്മാർ, അത് MP ആയിക്കോട്ടെ, MLA ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, കളക്ടർ ആയിക്കോട്ടെ, എത്രയോ ആളുകളുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങി ആയിരക്കണക്കിന് കോപ്പി പ്രിൻ്റ് എടുത്ത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. ഞങ്ങൾ പരിസ്ഥിതി എന്നൊന്നും പറയുന്നില്ല. പരിസ്ഥിതി എന്ന വാക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ പരിസ്ഥിതിയെ നശിപ്പിച്ചു കഴിഞ്ഞു. ആ വാക്കിന് പരിസ്ഥിതി സ്നേഹി, പ്രകൃതി സ്നേഹി എന്നൊക്കെ പറയുമ്പോൾ അത് പരിസ്ഥിതിയും പ്രകൃതിയും ഇല്ല. പരിസ്ഥിതിയും പ്രകൃതി എന്ന വാക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലായി. അത് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനെ മറ്റൊരു രീതിയിൽ കാണുന്നത്. നമ്മളിവിടെ കർഷകരാണ്. ഞാനൊക്കെ ഇവിടെ ഒരു കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനിച്ചതാണ്. കൃഷിക്കാരൻ്റെ മകനായിട്ട് ജനിച്ച് ചെറുപ്പം മുതലേ കൃഷി എടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. കൃഷിയും അതുപോലെയുള്ള സംഗതികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന നമുക്ക് വയനാടിൻ്റെ ഓരോ പൾസും അറിയാം. അപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയത്. കാരണം നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഒരു ഭാഗമാണ് ഈ നീലഗിരി എന്ന് പറയുന്നത്. താളൂരിൽ നിന്ന് അങ്ങോട്ട് നീലഗിരിയാണ്. അതിൻ്റെ ഇപ്പുറത്തേക്ക് ഈ ബാണാസുര വരെയുള്ളത്, ബ്രഹ്മഗിരി വരെയുള്ളതെല്ലാം നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് സംരക്ഷിക്കപ്പെടണമെന്ന് ഞങ്ങൾ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു. ആരും അത് ചെവിക്കൊണ്ടില്ല. പക്ഷേ നീലഗിരി കളക്ടറായിരുന്ന സുപ്രിയ സാഹു 2008 കൃത്യമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നു. ബിൽഡിങ്ങുകൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കൃഷിക്കും എല്ലാം. കാരണം അത്രയും ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ്, പോപ്പുലേഷനുള്ള സ്ഥലമാണ്. അവിടെ ഇനി ഒരു പ്രകൃതി ദുരന്തം, കാരണം നമ്മൾ ആരും 1-2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല, കുറേ നാളുകളായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ആഗോളതലത്തിൽ നടന്ന പല വികസന പ്രവർത്തനങ്ങളുടെയും പോപ്പുലേഷൻ വർധനവിൻ്റെയും ഡിഫോറസ്ട്രേഷൻ്റെയും അങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ദുരന്തങ്ങളെ താങ്ങാൻ വേണ്ടി, അതിനെ ലഘൂകരിക്കാൻ വേണ്ടി, അതിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് ഗവൺമെൻറ് നടത്തണം. അങ്ങനെ നമ്മുടെ തൊട്ടടുത്ത ജില്ലയിൽ, നീലഗിരി ജില്ലയിൽ അത് നടത്തി. അവിടെ കുഴപ്പങ്ങളില്ല, അത് ഇവിടെയും നടത്തണമെന്ന് ഞങ്ങൾ സാധ്യമാണ്. പക്ഷെ നമ്മുടെ ഭരണകൂടം അതിൽ ഇടപെടുന്നില്ല കേരളത്തിൽ അല്ലേ? ഇപ്പൊ നോക്കൂ, ഒരുപാട് ഹോട്ട്സ്പോട്ടുകൾ ഉണ്ട് അല്ലേ? അതായത് ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് അല്ലേ? അപ്പോൾ അത് അറിഞ്ഞിട്ടും ഇവരെ മരണത്തിലേക്ക് തള്ളിവിടുകയല്ലേ?
തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം പറയാൻ. കാരണം സാധാരണക്കാർക്കോ കുട്ടികൾക്കൊന്നും അറിയില്ല. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ അവരിവിടെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്നു. അവർക്ക് ഇതിന്റെ ഇക്കോ സെൻസിറ്റീവിനെ കുറിച്ച് അറിയത്തില്ല. ദുരന്തങ്ങൾ ഉണ്ടായി, പല കാര്യങ്ങളും അവർ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതി പഠനത്തിന്റെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ GSIയുടെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ പിന്നെ മറ്റ് ഏതെങ്കിലും IIT പോലുള്ളതിൻ്റെയോ അല്ലെങ്കിൽ കേരള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ആസ്ഥാന വിദ്വാൻമാരായ കുറേ ശാസ്ത്രജ്ഞന്മാരുടെ ഒന്നും പഠനത്തിനനുസരിച്ചല്ല അവർ ചോറുണ്ടാക്കുന്നത്, കഞ്ഞി കുടിക്കുന്നതൊന്നും. അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള വേണ്ട. സ്കൂളിലെ കുട്ടികളെങ്കിലും ഈ കാര്യം അവർക്ക് പറഞ്ഞ് ബോധിപ്പിക്കാമായിരുന്നില്ലേ? നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മുടെ വീട് തന്നെയാണ്, നമ്മുടെ കൃഷിയാണ്, നമ്മുടെ ഉപജീവന മാർഗ്ഗങ്ങളാണ്, നമ്മൾ വളർത്തുന്ന കന്നുകാലികളാണ്. നമ്മൾ എന്താണോ അത് തന്നെയാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളെയാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ആ വീട്ടിലെ ആളുകൾക്കുണ്ട്. അവർക്ക് അതിനുള്ള ബോധ്യമില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുണ്ട്. ഇവരിത് പലതും ചെയ്യുന്നുണ്ടോ? കാരണം ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ കയറി നടക്കാത്ത ഓഫീസുകൾ, നമ്മുടെ മുഖം പരിചയമില്ലാത്തവരൊന്നല്ല ഇവിടെ ഉള്ള ആൾക്കാരൊന്നും. ഞങ്ങൾ എത്രയോ തവണ നമ്മളെ MP കത്തയച്ചു. ഇതൊക്കെ അതിൻ്റെ കോപ്പികളാണ്. ഒരു മറുപടി പോലും കിട്ടിയിട്ടില്ലല്ലോ ഇതുവരെ. ഞങ്ങൾ അവരുടെ നേതാക്കളോട് പറഞ്ഞു ഒരിക്കലെങ്കിലും ഒന്ന് കണ്ട് കാര്യങ്ങളൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഇവരുടെ അടുത്തൊക്കെ എല്ലാം റെക്കോർഡിക്കലായിട്ട് മെയിലിൽ അയച്ചിട്ടുണ്ട്, അല്ലാണ്ട് പോസ്റ്റലായിട്ട് അയച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും വരുമ്പോൾ ഒന്ന് കണ്ട് ഈ വക കാര്യങ്ങളിൽ ഈ ദുരന്തം നടക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അടുത്ത വികസന സമിതി യോഗത്തിലെങ്കിലും ഈ വക കാര്യങ്ങൾ, ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റികൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവുകളുണ്ട്, ആ ഉത്തരവുകൾ നടപ്പാക്കാനുള്ള ആർജവം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കാണിക്കണം, ജില്ലാ ഭരണകൂടം കാണിക്കണം. അതിന് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്, നിങ്ങളത് ചെയ്യണം എന്ന് ഞാൻ കരഞ്ഞ് കാല് പിടിച്ചവരോട് പറഞ്ഞു, റിക്വസ്റ്റ് ചെയ്തു. എനിക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ ശമ്പളം കൊടുക്കുന്ന ആളുകളാണ്, ഞങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളാണ്, ഞങ്ങളെ കേൾക്കാനുള്ള ഉത്തരവാദിത്തം അവർക്കുണ്ട്. അവരത് ചെയ്തിട്ടില്ല. കാരണം ഇത്രയും ആളുകൾ മരിച്ചു എന്നുള്ളത് എൻ്റെ നാട് പോയതുപോലെയാണ്, ഞാൻ മരിച്ചതുപോലെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഏറ്റവും വയനാടിൻ്റെ ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം കൂടിയാണ് ഈ പുത്തുമല എന്ന് പറയുന്നത്, മേപ്പാടി എന്ന് പറയുന്നത്, മുണ്ടക്കൈ എന്ന് പറയുന്നതെല്ലാം. ഇത് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഇത് പോയത് എൻ്റെയും കൂടെയാണ് പോയത്. എൻ്റെയും കൂടെ ജീവിതം നശിച്ചു പോയതുപോലെയാണ് എനിക്കുള്ളത്. ഞാൻ അത്രമാത്രം വേദനിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ. ഈ വേദന ഇല്ലാത്ത ആളുകളോട് നമ്മൾ ഇനി എന്ത് പറയണം? ഇത് ഞാൻ ഈ വയനാട്ടിലെ കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, കുട്ടികളുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. ഒരു പരിസ്ഥിതിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അവബോധമുള്ള ആളുകളെ കുറിച്ചാണ്. ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പക്ഷത്തു നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത് സംസാരിക്കാതിരിക്കാനും പറ്റില്ല. ഇനി ആരെയാണ് പേടിക്കേണ്ടത്? മുഖ്യമന്ത്രിയാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ചെയർമാൻ. ബയോഡൈവേഴ്സിറ്റി ആക്ട് കൊണ്ടുവന്നത് 2002 2002 ഇത് കൊണ്ടുവന്നത് ആഗോള കാലാവസ്ഥാ വ്യതിയാനം വരുമ്പോൾ അതിനെ തടയിടാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ ജനങ്ങൾ സജ്ജരാകാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. ഇത് 2002 കൊണ്ടുവന്നു. 2008 നിയമങ്ങളും ചട്ടങ്ങളും പാസ്സായി. എത്ര സ്ഥലത്ത് ബയോഡൈവേഴ്സിറ്റി ആക്ട് വന്നു? പഞ്ചായത്തുകൾ അത് ചെയ്യുന്നുണ്ടോ? ഞാൻ ഓൾറെഡി ഒരു പഞ്ചായത്തിൻ്റെ BMC കൺവീനറാണ്. എന്നെ ഞാൻ തെരഞ്ഞെടുത്തു. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് പോലും എനിക്കറിയത്തില്ല. ഇതൊക്കെ പറയുമ്പോൾ വളരെ വിഷമമുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, നിരവധി നിയമങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അത് ജനങ്ങളുടെ ഇടയിൽ കുറ്റമറ്റ രീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉദ്യോഗസ്ഥരുള്ളത്. അവർക്കിത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പരിപാടി? നിയമങ്ങളുണ്ട്, പക്ഷേ നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നില്ല. ഭരണകൂടങ്ങൾ കണ്ണടക്കുകയാണ്.